നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതേ ഈ രീതിയിലൊരു വാഹനം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 3 വർഷത്തിലധികം ഒരു പോലീസ് സ്റ്റേഷനിൽ അവരുടെ കസ്റ്റഡിയിൽ കിടന്ന വാഹനമാണ്. ഇതിന് ഫുള്ള് കാട് പിടിച്ച് ഒക്കെ കിടക്കുന്ന കണ്ടീഷനായിരുന്നു. അപ്പോൾ റിലീസാവുന്ന സമയത്ത് കസ്റ്റമർ നമ്മളെ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഈ വണ്ടി അവിടെ ചെന്ന് അവിടുന്ന് ടോ ചെയ്താണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. വയറിംഗ് കിറ്റുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത്, അതുപോലെ തന്നെ എൻജിൻ ഓയിൽ, അതുപോലെ ഫ്യൂവലിൻ്റെ കണ്ടീഷൻ, ഫ്യൂവൽ ടാങ്ക് നമ്മൾ റിമൂവ് ചെയ്തു, അതിൻ്റെ പമ്പുകളൊക്കെ ക്ലീൻ ചെയ്ത് ടാങ്കിനകത്ത് പുതിയ പെട്രോൾ ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ എൻജിൻ ഓയിൽ പുതിയ ഓയിൽ ഫില്ല് ചെയ്തു, ഫിൽറ്ററുകളെല്ലാം മാറി, പ്ലഗും മാറി, ഇതെല്ലാം മാറി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിൽ കിടക്കുന്ന വണ്ടി ഒരു കാരണവശാലും നമ്മളൊരു പുതിയ ബാറ്ററി വെച്ചിട്ട് വണ്ടി ഓണാക്കാനോ സ്റ്റാർട്ടാക്കാനോ ശ്രമിക്കാതെ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ ആക്കി എടുക്കാൻ പറ്റും. അതല്ല, നമ്മൾ ഈ രീതിയിൽ കിടക്കുന്നൊരു വാഹനം പെട്ടെന്നൊരു ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വയറിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കംപ്ലയിൻറ്റിലേക്ക്. കൂടാതെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫുൾ ബോഡി പെയിൻറ്റിങ്, റീസ്റ്റോറേഷൻ വർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക്